ഹലോ ഗായ്സ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫ്രീഡം എന്നുള്ള ഒരു പോയമാണ്. രവീന്ദ്രനാഥ ടാഗോർ എഴുതിയിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പോയമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് VAC തേർഡ് സെം കൊമേഴ്സ് പേപ്പറിൽ പഠിക്കാനായിട്ടുള്ള ഒരു പോയമാണ്. ടെക്സ്റ്റിലുള്ള പോയം തെറ്റാണ് കൊടുത്തിട്ടുള്ളത്. അത് ചേഞ്ച് ചെയ്തിട്ടുള്ള സിലബസ് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റഡ് സിലബസിൽ വന്നിട്ടുള്ള പോയമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. So this poem is about independence, the struggles that have faced by India in the colonial rule. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യ അനുഭവിച്ചിട്ടുള്ള കഠിനമായ വേദനകളെക്കുറിച്ചും ഓർമ്മകളെക്കുറിച്ചും അതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള ആ അവസ്ഥയെക്കുറിച്ചും സ്വാതന്ത്ര്യം എന്താണ്, സ്വാതന്ത്ര്യം എന്നുള്ളത് മധുരമുള്ള ഒരു ഓർമ്മയാണ് എന്നുള്ള തരത്തിലൊക്കെ ടാഗോർ എഴുതിയിട്ടുള്ള ആ ഒരു തോട്ട് പ്രോസസ്സോടെയൊക്കെ ടാഗോർ എഴുതിയിട്ടുള്ള ഒരു പോയമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൽ ഇന്ത്യ അനുഭവിച്ചിട്ടുള്ള യാതനകളെക്കുറിച്ചും കൊളോണിയൽ റൂളിൽ ബ്രിട്ടീഷുകാർ നമ്മളോട് ചെയ്തിട്ടുള്ള ദുരിതങ്ങളെക്കുറിച്ചും നമ്മളെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ കണ്ടിട്ടുള്ളത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ടാഗോർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അല്ലെ, ബെക്കണിങ് ആണ് പറഞ്ഞത്. തല കുനിക്കുന്ന തരത്തിലുള്ള പ്രോസസ്സുകളാണ് നമ്മൾ അല്ലെങ്കിൽ പ്രവൃത്തികളാണ് നമ്മളെ കൊണ്ട് അവര് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ ഉള്ള ഒരു മോചനമാണ് എന്ത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ അത്തരത്തില് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഫ്രം ദ ഹാൻഡ്സ് ഓഫ് കൊളോണിയൽ ബ്രിട്ടീഷ് റൂളേഴ്സ്, അല്ലെ, അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടിയപ്പോഴുണ്ടായിരുന്ന ഇന്ത്യയുടെ അവസ്ഥയെക്കുറിച്ചൊക്കെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ പോയത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സംസാരിച്ചുകൊണ്ടുള്ള രീതിയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള സ്വാതന്ത്ര്യം എന്നുള്ള ടോപ്പിക്കോട് കൂടിയിട്ട് എഴുതിയിട്ടുള്ള ഈ പോയത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ പോയം ഫ്രീഡം ബൈ രവീന്ദ്രനാഥ ടാഗോർ. എന്താണ് സ്വാതന്ത്ര്യം, എന്താണ് ടാഗോറിനെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് ഇന്ത്യ എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയതിലൂടെ ഓർമ്മിപ്പിക്കപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. ഓക്കെ, freedom from fear is the freedom. In the very first line, Tagore says that freedom from fear is the freedom. അല്ലെ, പേടിയിൽ നിന്നുള്ള മോചനമാണ് എന്ത് ഫ്രീഡം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇത്രയും കാലം പേടിച്ച് കഷ്ടപ്പെട്ടിട്ട് അവരുടെ ആട്ടും തുപ്പൊക്കെ കേട്ടിട്ട് ബ്രിട്ടീഷുകാരെ കീഴിലായിരുന്നു നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ എന്നുള്ള ആ പേടി സ്വപ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എന്നുള്ള പേടിപ്പെടുത്തുന്ന ഭീകരമായ അന്തരീക്ഷത്തിൽ നിന്നുള്ള മോചനമാണ് എന്ത് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഐ ക്ലെയിം ഫോർ യു മൈ മദർലാൻഡ്. ഇന്ത്യയോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് നേടിത്തരാൻ പോവാണ് എൻ്റെ മാതൃരാജ്യമേ, അല്ലെങ്കിൽ എൻ്റെ മാതൃരാജ്യത്തിനോട് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനാണ്, ഞാൻ സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് പോവാണ്. എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം? ഫ്രം ദ ഫിയർ ഓഫ് ഫ്രീഡം. അല്ലെ, സ്വാതന്ത്ര്യത്തിൽ നിന്ന് എന്തിനുള്ള സ്വാതന്ത്ര്യമാണ്? പേടിയിൽ നിന്നുള്ള, ഇത്രയും കാലം പേടിപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്നുള്ള, പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ നിന്നുള്ള ഫ്രീഡമാണ് ഞാൻ എൻ്റെ മദർലാൻഡിന് ഇന്ത്യക്ക് നേടിത്തരാനായിട്ട് പോകുന്നത്. ഒരു സ്ട്രോങ് സെന്റൻസോട് കൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ രവീന്ദ്രനാഥ് ടാഗോർ ഈ പോയം തുടങ്ങുന്നത്. ഫ്രീഡം ഫ്രം ദ ബേർഡൻ ഓഫ് ഏജസ്. അല്ലെ, സ്വാതന്ത്ര്യമാണ് എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്? ബേർഡൻ ഓഫ് ദ ഏജസ്. കഴിഞ്ഞ കുറേ കാലഘട്ടമായി നമ്മൾ ചുമക്കുന്ന തടസ്സങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വേദനകളിൽ നിന്നുള്ള കഷ്ടപ്പാടുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ നേടാനായിട്ട് പോകുന്നത്. ഇന്ത്യക്കാരോട് പറയാണ്, അല്ലെ, സ്വാതന്ത്ര്യം നേടാൻ പോകുന്ന ഇന്ത്യയോട് പറയുന്ന ഒരു മാഷ് കുട്ടികളോട് പറയുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ഈ പോയം എഴുതിയിട്ടുള്ളത്. ബെൻഡിങ് ഹെഡ്. എന്താണ്? ഫ്രീഡം ഫ്രം ദ ബേർഡൻ ഓഫ് ദ ഏജസ്. കഴിഞ്ഞ കുറേ കാലഘട്ടത്തിൽ നിങ്ങൾ ചുമക്കുന്ന ഭാരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കഷ്ടപ്പാടുകളിൽ നിന്നുള്ള മോചനമാണ് എന്ത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ബെൻഡിങ് യുവർ ഹെഡ്, ബ്രേക്കിംഗ് യുവർ ബാക്ക്, ബ്ലൈൻഡിങ് യുവർ ഐസ് ടു ദ ബെക്കനിങ് കാൾ ഓഫ് ദ ഫ്യൂച്ചർ. അല്ലേ, നമ്മളെന്താണ് കുറേ കാലമായിട്ട് നമ്മളുടെ ബെൻഡിങ് യുവർ ഹെഡ്, നമ്മളുടെ തല കുനിച്ചാണ് നിൽക്കുന്നത്. ആരുടെ മുന്നിൽ? ബ്രിട്ടീഷുകാരുടെ മുന്നിൽ നമ്മൾ തല കുനിച്ചാണ് ഇത്രയും കാലം നിന്നിട്ടുള്ളത്. അല്ലെ, തല കുനിച്ച് ആത്മാഭിമാനം പോലും മറന്നുകൊണ്ട് അവർക്ക് മുന്നിൽ ഒരു സ്ലേവിനെ പോലെയാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. അതുപോലെയാണ് ബ്രിട്ടീഷുകാർ നമ്മളെ കണ്ടിട്ടുള്ളത്. സോ അതിൽ നിന്നുള്ള ഒരു മോചനമാണ് എന്ത് എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ബ്രേക്കിംഗ് ഓഫ് ബാക്ക്, നമ്മളുടെ നിന്നും കുനിഞ്ഞു നിന്നുകൊണ്ട് നമ്മളെ മുതുക് പോലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കേടുവരുത്തിയിട്ടുണ്ട്. ബ്ലൈൻഡിങ് യുവർ ഐസ് ടു ദ ബെക്കനിങ് കോൾ ഓഫ് ദ ഫ്യൂച്ചർ. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഫ്യൂച്ചറിലെ കോളിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ കണ്ണുകൾ വരെ അടച്ചു വെച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം മുന്നിൽ തന്നെ ഉണ്ടായിട്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ ബ്രിട്ടീഷുകാരുടെ ആട്ടും തുപ്പും കേട്ട് നമ്മളുടെ ഊര വളച്ച്, നമ്മളെ മുതുക് വളച്ച്, അതേപോലെ തന്നെ തല കുനിച്ച് അവരുടെ ആട്ടും തുപ്പും കേട്ടാണ് നമ്മൾ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഇരുന്നിട്ടുള്ളത്. ബ്രേക്കിംഗ് യുവർ ബാക്ക്, നമ്മളുടെ മുതുക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് മുന്നിൽ ഏറ്റു പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട്. അവരത് വെച്ചിട്ട് നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ബ്ലൈൻഡിങ് യുവർ ഐസ് ടു ദ ബെക്കനിങ് കാൾ ഓഫ് ദ ഫ്യൂച്ചർ. കാരണം എന്താ,
നമ്മളുടെ മുന്നിൽ തലകുനിക്കാൻ പോകുന്ന ബെക്കോണിങ് കോൾ അല്ലെ. ബെക്കോണിങ് എന്ന് പറഞ്ഞാൽ എന്താ? തലകുനിക്കുക എന്നുള്ള മീനിങ് ആണ് അല്ലെ. മീൻസ് അങ്ങനെ ഒരു മീനിങ്. ബ്ലൈൻഡിങ് യുവർ ഐസ് ടു ദ കോൾ ഓഫ് ദ ഫ്യൂച്ചർ. ഭാവിയെക്കുറിച്ച് ഒന്നും ആലോചിക്കാതെ നമ്മളെ തല കുനിച്ച് അവരുടെ ആട്ടും തുപ്പും കേട്ടിട്ട് മാത്രമാണ് നമ്മൾ ഇത്രയും കാലം ഇരുന്നിട്ടുള്ളത് അല്ലേ. നമ്മൾ ഇത്രയും കാലം കാലഘട്ടങ്ങളായി അവരുടെ നിന്ന് ആട്ടും തുപ്പും കേട്ടുകൊണ്ടിരിക്കുകയാണ്, കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെക്കണിങ് കോൾ ഓഫ് ദ ഫ്യൂച്ചർ. ഓക്കെ, നമ്മൾ ഈ ഫ്യൂച്ചറിന്റെ മീൻസ് ഫ്രീഡത്തിനാണ് ഉദ്ദേശിച്ചത്. കോൾ ഓഫ് ദി ഫ്യൂച്ചർ എന്ന് പറയുന്നത് എ ഗുഡ് ടുമാറോ അല്ലെങ്കിൽ ഒരു ഗുഡ് ഫ്യൂച്ചറിനെയാണ് അവിടെ പോയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫ്രീഡം ഫ്രം ദ ഷാക്കിൾസ് ഓഫ് സ്ലംബർ were with you fasten yourself in night's stillness. Freedom from the shackles of slumber അല്ലേ. സ്ലംബർ മീൻസ് ഉറക്കം തൂങ്ങുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഷാക്കിൾസ് എന്താ? നമ്മൾ ഉറക്കം തൂങ്ങുന്ന ചങ്ങല അല്ലെങ്കിൽ ചങ്ങലയിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്ന പോലെ അവസ്ഥയിൽ ഉണ്ടായിരുന്ന ആ അവസ്ഥയിൽ നിന്നുള്ള മോചനം കൂടെ ഷാക്കിൾസ് ആണ്, ചങ്ങലയാണ്. ഈ ചങ്ങല എന്നുള്ള ഉദ്ദേശം എന്താണ്? ബ്രിട്ടീഷുകാരെ നമ്മളുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള കഠിനമായ കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ക്രൂര പ്രവൃത്തികളൊക്കെയാണ് ഷാക്കിൾസ് ഉണ്ട്, ചങ്ങല എന്നുള്ള ഉദ്ദേശം. നമ്മൾ അവർക്ക് എന്നും ഒരു ചങ്ങലയ്ക്കുള്ളിലെ ഒരു മൃഗമായിരുന്നു അല്ലെ. അത് ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്യുക, നമ്മളെ ഫുൾ ലൂട്ട് ചെയ്യുകയൊക്കെ ആയിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ ഉള്ള ഒരു മോചനമാണ് എന്ത് എന്ന് പറയുന്നത്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. യു ഫാസ്റ്റൻ യുവർ സെൽഫ് ഇൻ നൈറ്റ്സ് സ്റ്റിൽനെസ്. നമ്മൾ എന്ത് ചെയ്യണം? രാത്രിയിൽ അന്ധമായി അല്ലെങ്കിൽ രാത്രിയിൽ എന്താണ് കാഴ്ചയില്ലാതെ നിൽക്കുന്ന ആ പരമമായ അവസ്ഥയിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന പോലെ അവരുടെ മുന്നിൽ എന്താണ്? ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാതെ അവരുടെ മുന്നിൽ നമ്മളെ ഈ അവരുടെ ചങ്ങലയിലുള്ളിൽ നമ്മളിങ്ങനെ അകപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ എന്നിട്ടുണ്ടായിരുന്നത്. Mistrusting the star that speaks of truth's adventurous paths. നമ്മൾ എന്ത് ചെയ്യണം? അവര് നമ്മളെ കണ്ണടച്ച് ഇരുട്ടാക്കി എന്ന് പറയില്ലേ, അതേപോലെ തന്നെ അവര് നമ്മളെ ചങ്ങലയിലിട്ടിട്ട് ആ ഇരുട്ടത്ത് നമ്മളുടെ വേറൊന്നും ചെയ്യാനില്ല, നമ്മൾ ഈ കെണിയിലാണ് ജീവിതകാലം എന്നുള്ള സത്യത്തിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഒരു ഫോൾസ് ഐഡന്റിറ്റി, ഒരു ഫോൾസ് ട്രൂത്ത് നമുക്ക് പറഞ്ഞു തരാം. നിങ്ങളെന്നും ഞങ്ങളുടെ അടിമകളായിരിക്കും. ഓക്കെ, നിങ്ങളെന്നും ഞങ്ങളുടെ അടിമകളായിട്ടാണ് തുടരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് എന്താണ്? നിങ്ങൾക്ക് എന്നും ഇരുട്ടായിരിക്കും, ഈ ഏകാന്തതയിലായിരിക്കും നിങ്ങളെന്നും ജീവിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ഇന്ത്യക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, മിസ്ട്രസ്റ്റിംഗ് ദ സ്റ്റാർ. ഹു ഇസ് ദ സ്റ്റാർ ഓഫ് ഇന്ത്യ? ഇൻഡിപെൻഡന്റ് ഇന്ത്യ. നമുക്ക് മഹാത്മാഗാന്ധിനെ പറയാം. മിസ്ട്രസ്റ്റിംഗ് ദ സ്റ്റാർ. നമ്മളെന്താണ്? നമ്മളുടെ നക്ഷത്രത്തെ പോലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ട്രസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അതിനെ മിസ്ട്രസ്റ്റ് ചെയ്യാണ് ചെയ്തത്. ദാറ്റ് സ്പീക്സ് ദ ട്രൂത്ത് ഓഫ് അഡ്വഞ്ചറസ് പാസ്. നമുക്ക് മുന്നിലുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള പാതകളിലെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ആ നക്ഷത്രത്തെ പോലും നമ്മൾ വേണ്ട പോലെ വിശ്വസിച്ചിട്ടില്ല. ഗാന്ധിജിയെ കുറിച്ചാണ്. നമ്മളെ മുന്നിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നോട്ട് നടന്ന ഒരാളായിരുന്നു, പരമാത്മാവായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത്. ഫാദർ ഓഫ് അവർ നേഷൻ. Freedom from the anarchy of destiny. Okay, freedom from the anarchy of destiny. അതായത് അനാർക്കി മീൻസ് ക്രമസമാധാന തകർച്ച എന്നൊക്കെ പറയും. ബ്രിട്ടീഷുകാർ തകർത്തിട്ടുള്ള ഈ ക്രമസമാധാനം തകർത്ത ഈ അവസ്ഥയിൽ നിന്നുള്ളൊക്കെ മോചനയാണ്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ളൊക്കെ മോചനമാണ് എന്ത് എന്ന് പറയുന്നത്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ എന്താ? വിധി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലേറ്റർ വിത്ത് ഡെസ്റ്റിനി. ഫ്രീഡം ഫ്രം ദ അനാർക്കി ഓഫ് ഡെസ്റ്റിനി. ഈ ക്രമസമാധാന നില തകർത്തിട്ടുള്ള നമ്മളുടെ വിധിയിൽ നിന്നുള്ള, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിധിയിൽ നിന്നുള്ള ഒക്കെ മോചനമാണ് എന്ത് എന്ന് പറയുന്നത്? ഫ്രീഡം എന്ന് പറയുന്നത്. നമ്മളുടെ ഇപ്പോഴത്തെ വിധി എന്താ? ബ്രിട്ടീഷുകാരുടെ കീഴിൽ സ്ലേവ്സിനെ പോലെ ജീവിക്കുക. ഈ വിധിയിൽ നിന്നുള്ളൊക്കെ ഒരു ബെറ്റർ ലൈഫ് അല്ലെങ്കിൽ ഒരു മോചനത്തിനെയാണ് എന്ത് പറയുന്നത്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഹോൾ സെയിൽസ് ആർ വീക്ക്ലി yielded to the blind uncertain words. അല്ലെ, ഹോൾ സെയിൽസ്. നമ്മളെന്താണ്? നമ്മളെല്ലാവരും അവരുടെ പ്രവൃത്തികളിലും ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ സെയിൽ മീൻസ് ജേർണി എന്നുള്ള മീനിങ്ങിൽ നമ്മൾ ഉപയോഗിക്കാം. ഹോൾ സെയിൽസ് ആർ വീക്ക്ലി ലീഡഡ് ടു ദ ബ്ലൈൻഡ് അൺസർട്ടൈൻ വേർഡ്സ്. എല്ലാ യാത്രക്കാരും എന്താണ്? അല്ലെങ്കിൽ എല്ലാ യാത്ര ചെയ്യുന്നവരും ഹു ആർ ഈൽഡഡ്, മുട്ടുമടക്കിയിട്ടുണ്ട് ആരുടെ മുന്നിൽ? ടു ദ ബ്ലൈൻഡിങ് അൺസർട്ടൈൻ വിൻസ്. നമ്മുടെ മുന്നിലുള്ള ഒരു പ്രവചനവും ഫലിക്കാത്ത ഈ ഇവരുടെ വാക്കുകൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ഇവരുടെ മുന്നിലുള്ള ഇവരുടെ ഈ പ്രവൃത്തികൾക്ക് മുന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ മുട്ടുമടക്കിയിട്ടുണ്ട്. ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറാകാതെ നമ്മളുടെ ഈ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയിൽ അവരുടെ ബ്രിട്ടീഷുകാരുടെ ഈ വൃത്തികെട്ട വാക്കുകൾക്ക് മുന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ സ്വയം തലകുനിച്ചിട്ടുണ്ട്. ആൻഡ് ദ ഹെൽം ടു എ ഹാൻഡ് എവർ റിജിഡ് ആൻഡ് കോൾഡ് ആസ് ഡെത്ത്. ബ്രിട്ടീഷ് റൂളിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ആ കോൾഡ് ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള ഭരണകൂടത്തിന്റെ കീഴിലാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ചിരുന്നത് അല്ലെ. ഇതിന് മുന്നത്തെ ലൈനിൽ പറഞ്ഞായിരുന്നു ഹോൾ സെയിൽസ് ആർ വീക്ക്ലി yielded ടു ദ ബ്ലൈൻഡ് അൺസർട്ടൈൻ വേർഡ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ വിധിയുടെ മുന്നിൽ ഓക്കെ എന്താണ്? ഹോൾ സെയിൽസ് ആർ വീക്ക്ലി yielded. നമ്മളൊക്കെ തല കുനിച്ചിട്ടുണ്ട് ടു ദ ബ്ലൈൻഡ് അൺസർട്ടൈൻ വിൻസ് അല്ലെ. സെയിൽസ് എന്ന് പറയുന്ന കടലിൽ ചെയ്യുന്ന യാത്രകളെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. കപ്പലിൽ ചെയ്യുന്ന
യാത്രകളെ. അപ്പൊ ഈ യാത്രയിൽ നമ്മൾ ഈ അൺസർട്ടൈൻ വിൻസ്, ബ്രിട്ടീഷുകാരെന്ന് പറയുന്ന ഈ വിൻസിന്റെ ഇടയിൽ നമ്മളെല്ലാവരും ഈൽഡ് ചെയ്തിട്ടുണ്ട്, തല കുനിച്ചിട്ടുണ്ട്. ഈ യാത്ര കംപ്ലീറ്റ് ആക്കാനാതെ ഈ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ യാത്ര പകുതി വെച്ചേ നമ്മൾ നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മളെ ആളുകളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആർക്കും മുന്നിൽ? ഈ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ. ആൻഡ് ഹെൽം ടു ഹാൻഡ് എവർ റിജിഡ് ആൻഡ് കോൾഡ് ആസ് ഡെത്ത്. ബ്രിട്ടീഷുകാരുടെ ആ റൂളിംഗ് ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് അല്ല ഓട്ടോക്രാറ്റിക് അവസ്ഥയാണ് പറയുന്നത്, അല്ലെങ്കിൽ അരാജകത്വത്തിനെയാണ് പറയുന്നത് അല്ലെ. അവരുടെ ഹാൻഡ് എന്ന് പറയുന്നത് കോൾഡ് ആസ് ഡെത്ത്, മരണത്തെ പോലെ മറവിച്ചിരിക്കുന്ന അവരുടെ റൂളിംഗ് പീരീഡിനെയാണ് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രീഡം ഫ്രം ദ ഇൻസൾട്ട് ഓഫ് ഡ്വെല്ലിംഗ് ഇൻ എ പപ്പറ്റ്സ് വേൾഡ് അല്ലേ. നമ്മളെന്താണ് പാവകളി കളിക്കുന്ന പപ്പറ്റുകളെ പോലെയാണ് ബ്രിട്ടീഷുകാർ നമ്മളെ കണ്ടിട്ടുള്ളത്. ഫ്രീഡം ഫ്രം ദ ഇൻസൾട്ട് ഓഫ് ഡ്വെല്ലിംഗ് ഇൻ എ പപ്പറ്റ്സ് വേൾഡ്, ഒരു പാവകളുടെ പോലെ ജീവിക്കുന്ന ഒരു ലോകത്തിൽ നിന്നുള്ള ഇൻസൾട്ടിൽ ജീവിക്കുന്ന പാവകളെ പോലെയുള്ള അവരുടെ ലോകത്തിൽ ജീവിക്കുന്ന ആളുകളിൽ നിന്നുള്ള മോചനമാണ് എന്തെന്ന് പറയുന്നത്, ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് പറയുന്നത് എന്താ, നമ്മളെല്ലാവരും മാനവും എല്ലാം നഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം പാവകളായിട്ടാണ് ബ്രിട്ടീഷുകാർ കാണുന്നത്. അവർ പറയുന്നതെല്ലാം ചെയ്യുന്ന, അവർ പറയുന്നതെല്ലാം അനുസരിക്കുന്ന പാവകളായിട്ടാണ് ബ്രിട്ടീഷുകാർ നമ്മളെ കാണുന്നത്. ഇതിൽ നിന്നുള്ളൊക്കെ ഒരു മോചനമാണ് എന്ത് എന്ന് പറയുന്നത്, ഫ്രീഡം എന്ന് പറയുന്നത്. വേർ മൂവ്മെന്റ്സ് ആർ സ്റ്റാർട്ടഡ് ത്രൂ ബ്രെയിൻലെസ് വയേഴ്സ് അല്ലേ. നമ്മളുടെ പല നേതാക്കളുടെയും പ്രവർത്തന പ്രകാരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചില മൂവ്മെന്റുകൾ, ചില പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ള, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ചുക്കാൻ പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ലീഡേഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. മൂവ്മെന്റ്സ് ആർ സ്റ്റാർട്ടഡ് ത്രൂ ബ്രെയിൻലെസ് വയേഴ്സ്. തലച്ചോറിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പലർക്കും ഇടയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഉൾവിളി ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മളുടെ നേതാക്കന്മാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. റിപ്പീറ്റഡ് ത്രൂ മൈൻഡ്ലെസ് ഹാബിറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ എല്ലാവരും മൈൻഡ്ലെസ്സിലൂടെ എല്ലാവരുടെ പ്രവൃത്തിയിലും എന്ത് ചെയ്തിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളി നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഫിഗേഴ്സ് വെയിറ്റ് വിത്ത് പേഷ്യൻസ് ആൻഡ് ഒബീഡിയൻസ് ഫോർ ദ മാസ്റ്റർ ടു ഓഫ് ഷോ. എന്ത് ചെയ്യാണ്, ഇനി ആളുകൾ വെയിറ്റ് ചെയ്യാണ് അവരെ മാസ്റ്റർക്ക് വേണ്ടിയിട്ട് അല്ലെ. ഗാന്ധിജി പോലെയുള്ള ഒരു ലീഡർ മാത്രമാണ് ഇനി ആവശ്യമുള്ളത്. അവരുടെ മനസ്സിലെല്ലാവരും ഒരു സ്വാതന്ത്ര്യം വേണം എന്നുള്ള ആശയത്തിലോട്ട് യോജിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യണം, ഒബീഡിയന്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒബീഡിയൻസ് എന്ന് പറയാറുണ്ട്. അനുസരണയുള്ള ആളുകളായിട്ട് അവരുടെ നേതാക്കന്മാർക്ക് മുന്നിൽ അടിയറപ്പ് വെച്ചിരിക്കുകയാണ്. അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഫൈറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രവർത്തനം നടത്താനായിട്ട് അവരെ നേതാക്കൾ പറയുന്നവരെ റെഡി ആയിട്ടിരിക്കുകയാണ് അവർ. ഓക്കെ, അവരെന്ത് ചെയ്യാണ്, ക്ഷമയോടുകൂടി ഫിഗേഴ്സ് വെയിറ്റ്, ഈ ആളുകൾ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇറങ്ങുന്നവരെന്ത് ചെയ്യാണ്, കാത്തിരിക്കുകയാണ് ക്ഷമയോടെ അനുസരണയോടെ ടു ദ മാസ്റ്റേഴ്സ് ഷോ. അവർക്ക് വഴികാട്ടിയായിട്ട് അവർക്കൊരു തലവൻ വരുന്നത് വരെ, അവർക്കൊരു ഒരു ലീഡർ വരുന്നവരെ അവർ അനുസരണയോടെ കാത്തിരിക്കുന്നുണ്ട്. ടു ബി സ്റ്റീർഡ് ഇൻ ടു എ മിമിക്രി ഓഫ് ലൈഫ്. സ്റ്റീർ എന്ന് പറഞ്ഞാൽ എന്താ, ഇളക്കുക എന്നാണ് പറയുന്നത് അല്ലെ. സ്റ്റെർ ചെയ്യാൻ നമ്മൾ പറയാറുണ്ട്. ഇൻടു എ മിമിക്രി ഓഫ് ലൈഫ്. നമ്മളെന്താണ് ഇപ്പോൾ ഒരു ജോക്കറിനെ പോലെയുള്ള അല്ലെങ്കിൽ ഒരു കോമാളിയെ പോലെയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇതിൽ നിന്ന് ഇളക്കിയെടുത്തുകൊണ്ട് ഒരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ ആളുകളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലീഡേഴ്സ് പറയാനായിട്ട്. അവരുടെ വാക്ക് കേട്ടാൽ ഉടനെ എന്ത് ചെയ്യും, അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാനായിട്ട് തുടങ്ങും അല്ലെ. അത്രയധികം അടിമത്തത്തിന്റെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്, സെയിൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സെയിലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ എന്ന കാറ്റിന്റെ ഇടയിൽ പെട്ടിട്ട് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ ലീഡേഴ്സ് വന്നിട്ട് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസമാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് നമ്മളെ ലീഡേഴ്സിന് വേണ്ടിയിട്ട്. അവർ മുന്നിട്ടിറങ്ങുമ്പോൾ അവരുടെ പിന്നാലെ നമ്മളും ഇറങ്ങുന്നുണ്ട്, നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് എന്നുള്ളൊരു മെസ്സേജോട് കൂടിയാണ് ഈ പോയം എൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് അബൌട്ട് the colonial rule of India under the British government and the eagerness of India to gain freedom from Britain അല്ലെ. അവരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള ഈഗർനെസ് അല്ലെങ്കിൽ ആ ത്വര നമുക്ക് ഈ പോയത്തിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പോയം. താങ്ക് യു.